കേരളത്തിൽ എഞ്ചിനീയറിങ് അതുപോലെ ഫാർമസി കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റും അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് കാണാം. അപ്പോൾ കുട്ടികൾ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നോക്കിയാൽ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും അവിടെ ഉണ്ടാവും. അതായത് ഹോം പേജിൽ കുട്ടിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ്, ഇതൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോയിലുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ആ മെമ്മോ അവിടെ ഉണ്ടാവും. ആ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോയും ഉണ്ടാവും, ഡേറ്റ ഷീറ്റും ഉണ്ടാവും. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇപ്പോൾ അതായത് ഈ റൗണ്ട് 2 ശേഷം അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ റൗണ്ട് 1 ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ ഹോം പേജിലെ ഡേറ്റ ഷീറ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്താൽ ഡേറ്റ ഷീറ്റും കിട്ടും. ഈ രണ്ട് സാധനങ്ങളും വേണം. അപ്പോൾ പ്രവേശനം നേടുന്ന സമയത്ത് അതായത് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡേറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ പ്രോസ്പെക്ടസിലെ ക്ലോസ് 11.7.1 പറഞ്ഞിരിക്കുന്ന രേഖകളും നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. ഈ രേഖകൾ ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇനി ഫീസ് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് പ്രകാരം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾക്ക് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത്? ഓഗസ്റ്റ് 21 തുടങ്ങി ഓഗസ്റ്റ് 27 വരെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ, ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാം. എന്നിട്ട് 27 വൈകിട്ട് 3 മണിക്ക് മുമ്പ് നിങ്ങൾ കോളേജിൽ പോയി പ്രവേശനം നേടണം. എന്നാൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് 21/8/2024 തുടങ്ങി 24, മുമ്പ് 27 ഇവിടെ സമയം കൊടുത്തിരിക്കുന്നത്. ഇവിടെ 24 മുമ്പ്, 24 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അടയ്ക്കാം. എന്നിട്ട് 24 വൈകിട്ട് 3 മണിക്ക് മുമ്പ് കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. ഇനി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസിയിൽ 1ാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടി, 2ാം റൗണ്ടിൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയി എന്ന് വിചാരിക്കാം, പുതിയൊരു കോഴ്സ് കിട്ടി. അപ്പോൾ വ്യത്യസ്തമായ അലോട്ട്മെൻ്റ് ആണെങ്കിൽ അധിക തുക അടയ്ക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ആ തുക അടയ്ക്കണം. എന്നിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യണം. ചില കുട്ടികൾക്ക് ഫീസിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിക്കും. നിങ്ങളതിൽ ടെൻഷൻ ആവേണ്ടതില്ല. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് മാത്രം അടയ്ക്കുക. ചിലയിടത്ത് അത് നില്ല് കാണിക്കും, കാരണം ഓൾറെഡി നിങ്ങൾ അടച്ച ഫീ ഉണ്ടെങ്കിൽ. അങ്ങനെ അഡീഷണൽ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതും അടയ്ക്കണം. ഇനി കോളേജുകളിൽ കൊടുക്കേണ്ട ഫീസ് പ്രവേശന സമയത്ത് കുട്ടികൾ കോളേജിലാണ് കൊടുക്കേണ്ടത്, സിഇക്കല്ല. സി പറയുന്ന തുക സിഇക്ക് അടയ്ക്കുക, കോളേജ് ആവശ്യപ്പെടുന്നത് കോളേജിലും അടയ്ക്കുക. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക അടയ്ക്കാത്ത കുട്ടികൾക്ക് കുട്ടികളുടെയും കോളേജിൽ ഹാജരായി, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി ഉൾപ്പെടെ 1ാം റൗണ്ടിൽ കിട്ടുന്നവരുൾപ്പെടെ ഈ റൗണ്ടിൽ കിട്ടിയപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ആ കിട്ടിയ അലോട്ട്മെൻറ്റ് കൂടി പോവും, പ്ലസ് നിങ്ങളുടെ ഹയർ ഓപ്ഷനും പോവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിരുന്നു, 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ കിട്ടി, ഇല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ കിട്ടിയില്ല. എന്തായിരുന്നാലും ഈ 1ാമത്തെ റൗണ്ടിൽ കിട്ടിയവർ 1ാമത്തെ റൗണ്ടിൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യണം. അപ്ഗ്രേഡ് ആയി കിട്ടിയവർ 2ാമത്തെ കോളേജിലും ജോയിൻ ചെയ്യണം. ഈ പറഞ്ഞ ഡീറ്റെയിൽ, അതായത് ഫീസ് ബാധകമാണെങ്കിൽ അത് അടച്ച് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്ത എല്ലാ കുട്ടികളുടെയും നിലവിൽ കിട്ടിയ സീറ്റ് ഉൾപ്പെടെ പോവും. ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി, 2ാമത്തെ റൗണ്ടിൽ കിട്ടിയില്ല എങ്കിലും കിട്ടിയാലും ആ സീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കോളേജിൽ പോകണം. ഏത് കോളേജിലാണ് പോവേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ 2ാം റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, 2ാം റൗണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 1ാം റൗണ്ടിൽ കിട്ടിയ കോളേജിൽ നിർബന്ധമായിട്ടും കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി അതിൻ്റെ ടൈം ഷെഡ്യൂൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. നിലവിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, അതായത് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള കോളേജുകളിൽ 21/8 തുടങ്ങി 27/8 വൈകുന്നേരം 3 മണിക്കകവും, ആർക്കിടെക്ചർ കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ 21 തുടങ്ങി 24 3 മണിക്കുള്ളിലും പ്രവേശനം നേടിയിരിക്കണം. ഇനി 3rd റൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ 3ാം റൗണ്ടും അതേപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ 2ാമത്തെ റൗണ്ടും, സെക്കൻഡ് റൗണ്ടിനുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് 3ാമത്തെ റൗണ്ടിനുള്ള പ്രൊസീജിയർ വിശദമായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്യും. ഇപ്പം നിലവിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത് ഗ്രൂപ്പിലിടാം. ഇനി മുമ്പ് പറഞ്ഞ പോലെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്, ഒന്ന് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ 10th SSLC ബുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം. പിന്നെ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള TC ഉണ്ടാവണം. ഒറിജിനൽ മാർക്ക് ഷീറ്റ്, ഹയർ സെക്കൻഡറിയുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. ഇനി കേരളത്തിന് പുറത്ത് പഠിച്ച കുട്ടികൾ അവരുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും.
ഇപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമില്ല. കേരളത്തിൻ്റെ സ്റ്റേറ്റ് സിലബസിലോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ CBSEയിലോ ICSEയിലോ ഒക്കെ പഠിച്ച കുട്ടികൾ അവരുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർ എന്ത് ചെയ്യണം? എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. ഒരു മെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് എടുക്കേണ്ടത്. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത് ബാധകമായെങ്കിൽ മാത്രം, ചിലപ്പോൾ എല്ലാവർക്കും തന്നെ TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും, അതിൽ പ്രശ്നമില്ല. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് നമ്മളൊരു അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഫോമുണ്ട്, അത് ഫില്ല് ചെയ്ത് വാങ്ങിയാൽ മതി. അതുപോലെ ഫീ റെമിറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവണം. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഡേറ്റ ഷീറ്റ് ഉണ്ടാവണം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതുപോലെ നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE, അതായത് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ, അതും കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്. ഇനി എനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഇൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഓർ നോട്ടിഫിക്കേഷൻ, അതായത് മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോകണം. ഇനി ഒറിജിനൽ ഓഫ് ഓൾ ദി ഡോക്യുമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡഡ് വിത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ SC കാറ്റഗറി ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നിങ്ങൾ ST കാറ്റഗറി ആണെങ്കിലും താലൂക്കിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. EWS ആണെങ്കിൽ വില്ലേജിലെ EWS, NCL ആണെങ്കിൽ വില്ലേജിലെ NCL. ഇതൊക്കെ കീമിന് അപേക്ഷിക്കാൻ നേരത്തുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റും നിങ്ങൾ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഓൾമോസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റെയും എഞ്ചിനീയറിംഗ് ഫാർമസി സെക്കൻഡ് റൗണ്ടിൻ്റെയും ജോയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.